ഹായ്, നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് എന്ന ഭാഗമാണ്. The definitions of economics fall under four categories called wealth, welfare, scarcity and growth definitions. ഇക്കണോമിക്സിന്റെ നിർവചനങ്ങൾ 4 എണ്ണമാണുള്ളത്. അതിലൊന്നാമത്തേത് വെൽത്ത് ഡെഫിനിഷൻ given by Adam Smith, and it was in his book Wealth of Nations, published in the year 1776. ആദ്യ നിർവചനം വെൽത്ത് ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിലാണ് ഇത് നൽകിയത്. The second definition was given by Alfred Marshall. It was called welfare definition and was given in his book Principles of Economics, published in 1890. രണ്ടാമത്തെ വെൽഫെയർ ഡെഫിനിഷൻ നൽകിയത് ആൽഫ്രഡ് മാർഷൽ ആണ്. 1890 പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന പുസ്തകത്തിൽ. The third definition was given by Lionel Robbins. It was called scarcity definition and given in his famous book An Essay on the Nature and Significance of Economics, published in 1932. ലയണൽ റോബിൻസ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നൽകിയത്. 1932 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ An Essay on the Nature and Significance of Economics എന്ന പുസ്തകത്തിലാണ് ഇതുള്ളത്. The fourth definition was called growth definition and it was given by Nobel Prize winner Paul Samuelson in his famous book Economics, published in 1964. നോബൽ സമ്മാന ജേതാവായ പോൾ സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. 1964 പബ്ലിഷ് ചെയ്ത ഇക്കണോമിക്സ് എന്ന പുസ്തകത്തിലാണ് ഇതുള്ളത്. മോസ്റ്റ് മോഡേൺ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ഈസ് കോൾഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. It was given in 1964. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.